ആവാസ സ്ഥലം നമ്മൾ അവിടെ പോകുന്നത് ട്രക്കിംഗ് എന്നുള്ളത് റിസ്കി ഫാക്ടറാണ്. നമ്മുടെ സേഫ്റ്റി വേണ്ടി വേണം നമ്മൾ ട്രക്കിങ്ങിന് പോകുമ്പോൾ അവിടുത്തെ ജൈവവൈവിധ്യ മലനിരകൾക്കോ വന്യമൃഗങ്ങൾക്കോ യാതൊരു ശല്യവും നമ്മളായിട്ട് ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ ഉണ്ടാക്കാതെ പോകുമ്പോൾ അത് അവിടെ നിലനിൽക്കുകയും ചെയ്യും. നമ്മുടെ ട്രക്കിങ്ങും സേഫ്റ്റിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അത് മാത്രമല്ല, എപ്പോഴെങ്കിലും ശക്തമായ കാലാവസ്ഥ വ്യതിയാനമായ കാറ്റ്, മഴ, മഞ്ഞ് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അവിടെ ഞങ്ങൾ ഇവിടുത്തെ ലോക്കൽ പീപ്പിളുണ്ട്, ട്രൈബൽ പീപ്പിളുണ്ട്. അവരാണ് നിങ്ങളെ ഗൈഡായിട്ട് വിട്ടുന്നത്. അവര് ഈ വനത്തിനെ കുറിച്ചും ഈ ട്രക്കിങ്ങിനെ കുറിച്ചും എക്സ്പീരിയൻസിലാണ്. അവരുടെ നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കണം. അവർ പോകരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകും. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, ഒരു പ്ലാസ്റ്റിക് പോലും വഴിയിൽ കാണാൻ സാധിക്കും. അത്ര ക്ലീൻ ആയിട്ടാണ് നമ്മൾ ഈ വനത്തെ സംരക്ഷിച്ചു വരുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്ലാസ്റ്റിക്, സോപ്പ്, ഷാമ്പു, പെർഫ്യൂംസ്, പൂജാ സാധനങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ, ലൈറ്റർ, കത്തി, ഇതൊന്നും നിങ്ങൾ ദയവ് ചെയ്ത് കൊണ്ടുപോകും. ലഹരി പദാർത്ഥങ്ങൾ എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ട്രക്കിംഗ് നമ്മൾ തുടരാൻ അനുവദിക്കുന്നില്ല. നമ്മൾ പോകുന്ന അത്യാവശ്യം 2-3 പ്ലാസ്റ്റിക് വേണമെങ്കിൽ കൊണ്ടുപോകാൻ അനുവദിക്കും. ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അതിന് ഒരു ചെറിയൊരു ഡെപ്പോസിറ്റ് കൊടുത്ത് അവിടെ രജിസ്റ്ററിൽ എഴുതുക. തിരികെ വരുമ്പോൾ ആ പ്ലാസ്റ്റിക് കാണിച്ച് ആ പൈസ തിരികെ വാങ്ങുക. നമ്മൾ 3 ദിവസത്തെ ട്രക്കിംഗ് ആണ്, ഇന്ന് നാളെ മറ്റത്. അപ്പൊ നാളെ ആർക്കെങ്കിലും ഇപ്പൊ സീസണാണ് നമ്മൾ 2-ാമത്തെ ദിവസം ഇറങ്ങാൻ ശ്രമിച്ചത്. നാളെ ഇറങ്ങുന്നവരാണെങ്കിൽ